ഞാൻ എടുക്കാൻ പോകുന്നത് BA സോഷ്യോളജി 6th സെമസ്റ്ററിലെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ MCQ ആണ്. ഇതിൻ്റെ 44 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആദ്യം അത് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് 45ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ലിസണിങ് സ്കിൽ ഈസ് എ പ്രീ റിക്വിസൈറ്റ് ഓഫ് ഡാഷ്. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ആൻസർ വരുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻ. ലിസണിങ് സ്കിൽ ഈസ് എ പ്രീ റിക്വിസൈറ്റ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. ഡാഷ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾസ്. ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ആണ് എന്ത് രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണ്? ഇൻ്റർവ്യൂ ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡിസ്കഷൻ എമംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് ഡാഷ്. എ ഡിസ്കഷൻ എമംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഡിസ്കഷൻ എമംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് കൺസിഡേർഡ് മോസ്റ്റ് യൂസ്ഫുൾ ടൂൾ ഫോർ ഇവാലുവേറ്റിംഗ് എംപ്ലോയീസ്. ഡാഷ് ഈസ് കൺസിഡേർഡ് മോസ്റ്റ് യൂസ്ഫുൾ ടൂൾ ഫോർ ഇവാലുവേറ്റിംഗ് എംപ്ലോയീസ്. ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ അല്ലേ നമ്മൾ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം സെൽഫ് എസ്റ്റീം കംസ് ഫ്രം എ ഡാഷ് വേർഡ്. ദ ടേം സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ ഒരു വേർഡ് എവിടെ നിന്നാണ് വന്നത്? ഗ്രീക്കിൽ നിന്നാണ് കേട്ടോ. സെൽഫ് എസ്റ്റീം എവിടെ നിന്നാണ് വന്നത്? ഗ്രീക്കിൽ നിന്നാണ്. ഗ്രീക്കിൽ നിന്നാണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ ഒരു വേർഡ് വന്നിട്ടുള്ളത്. 50ാമത്തെ ക്വസ്റ്റ്യൻ. മീൻസ് പ്രൈഡ് ഇൻ വൺ സെൽഫ് റെസ്പെക്റ്റ്. ഡാഷ് മീൻസ് പ്രൈഡ് ഇൻ വൺ സെൽഫ് റെസ്പെക്റ്റ്. ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? മീൻസ് പ്രൈഡ് ഇൻ വൺ സെൽഫ് റെസ്പെക്റ്റ്. ആൻസർ വരുന്നത് സെൽഫ് എസ്റ്റീം ആണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈഡാണ് അല്ലേ? പ്രൈഡ് ഇൻ വൺ സെൽഫ് റെസ്പെക്റ്റ്. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിൽ നിന്ന് വരുന്ന ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റാണ് എന്ത്? സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ. 51ാമത്തെ ക്വസ്റ്റ്യൻ. എ ക്ലിയർ പെർസെപ്ഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഒരു ക്ലിയർ പെർസെപ്ഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി എന്താണ്? അവയർനെസ് ആണ് അല്ലേ? നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത്? ഒരു പെർസെപ്ഷൻ. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ പെർസെപ്ഷൻ ചെയ്യുക എന്നുള്ളത് അവയർനെസ് ആണ് കേട്ടോ. അവയർനെസ് ആണ് ആൻസർ വരുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ടു ഒബ്സർവ് വൺസ് ബിഹേവിയർ, ആക്ഷൻ, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ദ എബിലിറ്റി ടു ഒബ്സർവ് വൺസ് ബിഹേവിയർ, ആക്ഷൻ, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻ. ആൻസർ വരുന്നത് സെൽഫ് അവയർനെസ് ആണ്. എബിലിറ്റി ടു ഒബ്സർവ് വൺസ് ബിഹേവിയർ, ഒരാളുടെ ബിഹേവിയർ, അതുപോലെ ആക്ഷൻസ്, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. നമ്മളുടെ തന്നെ ഫീലിംഗ്സും ബിഹേവിയറും ആക്ഷൻസും തോട്ട്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സെൽഫ് അവയർനെസ് ആണ് കേട്ടോ. സെൽഫ് അവയർനെസ് ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ. അവർ റെസ്പോൺസ് ടു ഇവൻറ്റ്സ് ദാറ്റ് ഡിസ്റപ്റ്റ് ഓർ ത്രെട്ടൻ ടു ഡിസ്റപ്റ്റ് അവർ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ്. അവർ റെസ്പോൺസ് ടു events that disrupt or threaten to disrupt our physical and psychological functioning. ആൻസർ വരുന്നത് സ്ട്രെസ് ആണ്. നമ്മുടെ റെസ്പോൺസ് ആണ് ടു ഇവൻറ്റ്സ്, ഒരു ഇവൻറ്റിലേക്ക്, ദാറ്റ് ഡിസ്ട്രപ്റ്റ് അവർ ത്രെട്ടൻ, നമുക്കൊരു ത്രെട്ടനായിട്ട് മാറാം. ടു ഡിസ്ട്രപ്റ്റ് അവർ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫങ്ഷനിങ് ഒരു ത്രെട്ടായിട്ട് മാറാവുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് ആണ് ആൻസർ വരുന്നത്. 54ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ആസ് ഇൻറ്റേർണൽ പ്രോസസ്സസ് ദാറ്റ് ആക്ടിവേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. ഡാഷ് ആസ് ഇൻറ്റേർണൽ പ്രോസസ് ദാറ്റ് ആക്ടിവേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. ആൻസർ വരുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ആസ് ഇൻറ്റേർണൽ പ്രോസസ് ദാറ്റ് ആക്ടിവേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. മോട്ടിവേഷൻ എന്താണ്? നമ്മുടെ ഇൻറ്റേർണൽ പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നത് എന്താണ്? മോട്ടിവേഷനാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ. റെക്കഗ്നൈസിങ് ആൻഡ് മാനേജിങ് വൺസ് ഓൺ ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? EQ ആണ്. EQ. റെക്കഗ്നൈസിങ് ആൻഡ് മാനേജിങ് വൺസ് ഓൺ ഇമോഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ വരുന്നത് എന്താണ്? EQ ആണ് കേട്ടോ. റെക്കഗ്നൈസിങ് ആൻഡ് മാനേജിങ് വൺസ് ഓൺ ഇമോഷൻ EQ ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. One who understands his worth and capabilities. One who understands his worth and capabilities. ആരെങ്കിലും ഒരാൾ മനസ്സിലാക്കുകയാണ്, അവരുടെ വർത്തും അവരുടെ ക്യാപബിലിറ്റീസും മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന്. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് ആണ് ആൻസർ വരുന്നത്. 56ാമത്തെ ക്വസ്റ്റ്യൻ സെൽഫ് കോൺഫിഡൻസ് ആണ്. 56B തന്നെയാണ് ആൻസർ വരുന്നത്. സെൽഫ് കോൺഫിഡൻസ് ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സെൽഫ് ഡിസിപ്ലിൻ. അതിനെ നമുക്കൊരു സെൽഫ് ഡിസിപ്ലിനായിട്ട് പറയാൻ പറ്റും. അത് ഏതാണ്? സെൽഫ് കൺട്രോൾ ആണ് കേട്ടോ. സെൽഫ് കൺട്രോൾ ഈസ് അതർവൈസ് കോൾഡ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് കൺട്രോളിനെ നമുക്ക് എന്ത് പറയാം? സെൽഫ് ഡിസിപ്ലിൻ എന്നും പറയാൻ പറ്റും. ആൻസർ വരുന്നതാണ് സെൽഫ് കൺട്രോൾ ആണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ ദ എബിലിറ്റീസ് റിക്വയർഡ് ടു അപ്രോപ്രിയേറ്റ്ലി ഡാഷ് ആൻഡ് ഡാഷ് പ്രോപ്പർലി.
സ്പീക്ക് ആൻഡ് റൈറ്റ് പ്രോപ്പർലി. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്? എബിലിറ്റീസ് റിക്വയർഡ് ടു അപ്രോപ്രിയേറ്റ്ലി നമുക്ക് സംസാരിക്കാനും എഴുതാനുമുള്ള ഒരു പ്രോപ്പറായിട്ട് നമുക്ക് സംസാരിക്കാനും എഴുതാനുമുള്ള ഒരു അബിലിറ്റിയാണെന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറയുന്നത്. അപ്പോൾ സ്പീക്ക് ആൻഡ് റൈറ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗുഡ് സ്പീക്കർ ഈസ് വൺ ഹൂ ക്യാൻ. ഒരു ഗുഡ് സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഒരു സ്പീക്കർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഗുഡ് സ്പീക്കർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആൻസർ വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. 60ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കേർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. ടു ഷെയർ ആണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷെയർ ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? നമ്മളിൽ നിന്നും ഒരാളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഷെയറിംഗ് എന്നല്ല പറയുക. അപ്പോൾ ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ടു ഷെയർ ആണ് കേട്ടോ. ആൻസർ വരുന്നത് ടു ഷെയർ. 61ാമത്തെ ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ് എന്തൊക്കെയാണ്? ഗുഡ് റീഡിംഗ് ഉണ്ട്, ഗുഡ് റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ്, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. 62ാമത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡാഷ് ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ എ ഗ്രൂപ്പ് ഓർ ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ടു റീച്ച് ജനറൽ ഓർ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഷെയറിംഗ് ആണ്. നേരത്തെയും പറഞ്ഞ പോലെ തന്നെ ഷെയറിംഗ് ആണ് ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ എ ഗ്രൂപ്പ് ഓർ ബിഹേവിയർ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ടു റീച്ച് ജനറൽ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പോൾ ആൻസർ എന്താണ്? ഷെയറിംഗ് ആണ് വരുന്നത്. ഓക്കെ. 62ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ വരുന്നത്. അതെ, കറക്റ്റാണ്. ഷെയറിംഗ് ആണ് ആൻസർ വരുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഓർ ദ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓഫ് ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റും ആസ് ദ ഡാഷ്. അത് ടു വേ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഓർ ദ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ കൊടുക്കുകയും നമ്മൾ വാങ്ങുകയും ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടു വേ കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഓർ ദ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓഫ് ഇൻഫർമേഷൻ. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ. 64ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇൻഫോം ഉണ്ട്, ഇൻഫ്ലുവൻസ് ഈസ് ദ എബിലിറ്റി ടു പെർസ്വേഡ് സംവൺ ടു ഡു സംതിങ് യു വിഷ്, ഷെയർ തോട്ട്സ്, ഐഡിയാസ്, ഫീലിംഗ്സ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഷെയറിംഗ് ദ ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ് ഈസ് നോൺ ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഷെയറിംഗ് ദ ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ് വേർഡ്സ് ആണ് കേട്ടോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേർബ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെർബ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേർഡ്സ് അല്ല ഉപയോഗിക്കുക. അപ്പോൾ ആൻസർ വരുന്നതാണ് വേർഡ്സ് ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെസ്സേജ് വി കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ് വിത്തൗട്ട് യൂസിങ് ഡാഷ് ഈസ് നോൺ ആസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദ മെസ്സേജ് വി കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ് അല്ലേ? നമ്മൾ വേർഡ്സ് ഉപയോഗിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇവിടെയും വേർബ്സ് ആണ് കേട്ടോ, വേർഡാണ് കേട്ടോ ആൻസർ വരുന്നത്. അതായത് നമ്മൾ വേർഡ്സ് ഉപയോഗിക്കാതെ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ പറയുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ. 67ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ദ വേർഡ് ഈസ് നോൺ ആസ്. ദ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ദ വേർഡ്സ് ഈസ് നോൺ ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വീണ്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ദ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ദ വേർഡ് ഈസ് നോൺ ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. 68ാമത്തെ ക്വസ്റ്റ്യൻ, The book Emotional Intelligence is written by Dash in 1995. ഡാനിയൽ കോൾമാൻ ആണ് കേട്ടോ. ദ ബുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ആൻസർ ആലോചിക്കുക. ഒരാളുടെ പേരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരാണ് ഡാനിയൽ കോൾമാൻ. കോൾ എന്ന് ആലോചിച്ചാൽ മതി. കോൾമാൻ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഡാനിയൽ കോൾമാൻ ആണ് ആൻസർ വരുന്നത്. ഡാനിയൽ കോൾമാൻ ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് റിട്ടൺ ചെയ്തിട്ടുള്ളത്. ഡാനിയൽ കോൾമാൻ. 69ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് എസ്ക്യൂ സോഷ്യൽ കോഷ്യൻ്റ് ആണ് കേട്ടോ. എസ്ക്യൂവിൻ്റെ ഫുൾ ഫോം എന്താണ്? സോഷ്യൽ കോഷ്യൻ്റ് ഈസ് ഒറിജിനലി കോയിൻഡ് ബൈ ഡാഷ്. ദ വേർഡ് എസ്ക്യൂ അല്ലെങ്കിൽ സോഷ്യൽ കോഷ്യൻ്റ് ഈസ് ഒറിജിനലി കോയിൻഡ് ബൈ തോർണിക്ക. എന്താണ് തോർണിക്ക? എന്താണ് തോർണിക്ക? ഓർത്ത് വെക്കാൻ എന്താണ്? ഒരു സോഷ്യൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ എസ്ക്യൂ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ടി വെച്ചിട്ടുള്ളൊരു ആൻസർ ആണെന്ന് ആലോചിക്കുക. TH തോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുള്ള് എന്നൊക്കെ അർത്ഥമുണ്ട് മലയാളത്തിൽ. അപ്പോൾ തോൺ എന്ന് പറഞ്ഞാൽ തോണിക്ക എന്ന് ആലോചിച്ചാൽ മതി. തോൺ അല്ലെങ്കിൽ തോണിക്ക എന്ന് പറഞ്ഞൊരു ആൻസർ ഉണ്ടെന്നുള്ള ആലോചിച്ചാൽ മതി. ഓക്കെ. 70ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് സ്ട്രെസ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലൈഫ് സയൻസ്. ലൈഫ് സയൻസിലാണ് ആദ്യമായിട്ട്
ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സ് എന്ത് ചെയ്തിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫസ്റ്റിൽ ലൈഫ് സയൻസിലാണ് കേട്ടോ. ലൈഫ് സയൻസിലാണ് സ്ട്രെസ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് സ്ട്രെസ്സ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ലൈഫ് വെച്ചിട്ടുള്ള ഒരു ആൻസറാണ്. അപ്പോൾ ലൈഫ് സയൻസിലാണ് സ്ട്രെസ്സ് നമ്മൾ ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ്, ലൈഫ് സയൻസിലാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡിസ്ട്രെസ്, ഫാറ്റിഗ് ആൻഡ് ഫീലിംഗ് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു കോപ്പ്. ഡാഷ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡിസ്ട്രെസ്, ഫാറ്റിഗ് ആൻഡ് ഫീലിംഗ് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു കോപ്പ്. ഇറ്റ്സ് ആൻസർ വരുന്നതാണ് സ്ട്രെസ്സാണ്. ഇതിനകത്ത് ഡിസ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ സ്ട്രെസ് ആയിട്ട് എടുക്കാം. ഓക്കെ, സ്ട്രെസ് തന്നെയാണ് ആൻസർ വരുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രൈബ് ഡിസ്ട്രെസ്സിനെയും അതുപോലെ ഫാറ്റിഗിനെയും ഫീലിംഗ് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു കോപ്പ്, നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നതൊക്കെ എന്താണ്, സ്ട്രെസ്സാണ്. ഓക്കെ, ആൻസർ വരുന്നത് സ്ട്രെസ്സാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം സ്ട്രെസ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം the dash word stranger. The term stress has been derived from the dash word stranger. Latin ആണ് കേട്ടോ. The term stress has been derived from the Latin വേർഡിലാണ്. ലാറ്റിൻ നിന്നാണ് നമ്മൾ സ്ട്രെസ്സിന് നമ്മൾ എടുത്തിട്ടുള്ളത്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് കേട്ടോ. ലാറ്റിൽ നിന്നാണ് സ്ട്രെസ് എടുത്തിട്ടുള്ളത്, ലാറ്റിൻ നിന്ന്. 73ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബുക്ക് സ്ട്രെസ് ആൻഡ് മാനേജർ ഈസ് റിട്ടൺ ബൈ ഡാഷ് ഇൻ 1979. ഡോക്ടർ കാൾ ആൽബർട്ട് ആണ് കേട്ടോ. ഡോക്ടർ കാൾ ആൽബർട്ട് ആണ് സ്ട്രെസ് ആൻഡ് ദ മാനേജർ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുള്ളത്. സ്ട്രെസ് ആൻഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ് ആൻഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഡോക്ടർ കാൾ ആൽബർട്ട്. ഡോക്ടർ എന്ന് പറഞ്ഞൊരു ആൻസർ ഉണ്ടായിരിക്കും. അതുപോലെ കാൾ ആൽബർട്ട്, ഡോക്ടർ കാൾ ആൽബർട്ടാണ് സ്ട്രെസ് ആൻഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഡോക്ടർ കാൾ ആൽബർട്ട്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ culprit of all vision problems and ailments. Dash is the culprit of all vision problems and ailments. ആൻസർ വരുന്നത് മെൻ്റൽ സ്ട്രെയിൻ ആണ്. മെൻ്റൽ സ്ട്രെയിൻ. ഇനി കാൾപ്രിറ്റ് എന്ന് അല്ലെങ്കിൽ എൽമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആൻസർ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ, വിഷൻ, കാൾപ്രിറ്റ് അല്ലെങ്കിൽ ആയിൽമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓയിൽമെൻറ്റ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും കാൾപ്രിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നതാണ് മെൻ്റൽ സ്ട്രെയിൻ ആണ് കേട്ടോ. മെൻ്റൽ സ്ട്രെയിൻ ആണ് കേട്ടോ. മെൻ്റൽ സ്ട്രെയിൻ അത് ആലോചിച്ചാൽ മതി. മെൻ്റൽ എന്നുള്ളൊരു ആൻസർ ഉണ്ട് എന്നുള്ള ആലോചിച്ചാൽ മതി. മെൻ്റൽ സ്ട്രെയിൻ. 75ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഒക്കേഴ്സ് വെൻ ഇഷ്യൂസ് അപ്പിയേഴ്സ് ടു ബി ഇൻകമ്പാറ്റബിൾ. ഡാഷ് ഒക്കേഴ്സ് വെൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പം ആലോചിച്ചാൽ മതി, അതൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഇൻകോമ്പാക്റ്റബിൾ, നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് അതിന് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, അല്ലേ? കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഇഷ്യൂസിന് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ഡാഷ് ഒക്കേഴ്സ് വെൻ ഇഷ്യൂസ് അപ്പിയേഴ്സ് ടു ബി ഇൻകോമ്പാറ്റബിൾ ഇസ് കോൺഫ്ലിക്റ്റ്. ആൻസർ വരുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് അവെയർനെസ് ഈസ് എ കീ ഫാക്ടർ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. ഡാഷ് അവെയർനെസ് ഈസ് എ കീ ഫാക്ടർ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. നമ്മളൊരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ എന്താ നമുക്ക് വേണ്ടത്, സെൽഫ് അവെയർനെസ് ആണ്, അല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ബോധം വേണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിലും പോയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ സെൽഫ് അവെയർനെസ് ആണ് വേണ്ടത്. ആൻസർ വരുന്നതാണ് സെൽഫാണ് കേട്ടോ. സെൽഫ് അവെയർനെസ് ഈസ് എ കീ ഫാക്ടർ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. 77ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് സ്റ്റൈൽ ഇൻഡിക്കേറ്റ്സ് എ വില്ലിംഗ്നെസ് ടു മീറ്റ് ഓഫ് അതേഴ്സ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ പേഴ്സൺസ് ഓൺ നീഡ്സ്. Accommodating style indicates a willingness to meet of others at the expense of the person's own needs. Accommodating style എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? വില്ലിംഗ്നെസ് ടു മീറ്റ് ഓഫ് അതേഴ്സ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ പേഴ്സൺസ് ഓൺ നീഡ്സ്. നമ്മുടെ നീഡ്സിലും നമ്മൾ വില്ലിംഗ് ആണ്. അക്കമഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ വരുന്നതാണ് അക്കമഡേറ്റിംഗ് ആണ്. ഒരു സ്റ്റൈൽസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വില്ലിംഗ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? അക്കമഡേറ്റിംഗ് ആണ് കേട്ടോ. അക്കമഡേറ്റിംഗ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് അഡ്വൈസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് കാരിയേഴ്സ് ദാറ്റ് ഹെൽപ്സ് വൺ ടു ഡിസൈഡ്, ചൂസ് ആൻഡ് പെർസ്യൂ കാരിയർ. കാരിയർ ഗൈഡൻസ് ആണ് ആൻസർ വരുന്നത്. കാരിയർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ, career guidance means advice and information about careers that helps one to decide, choose and pursue career. Career 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ career guidance ആണ് ആൻസർ വരുന്നത്. ഇതിനകത്ത്
എല്ലാ ഓപ്ഷനിലും കരിയർ കാണുന്നുണ്ട്. അപ്പോൾ ഗൈഡൻസ് ആലോചിച്ചാൽ മതി കേട്ടോ. ഗൈഡൻസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ കരിയർ ഗൈഡൻസ് ആണ് ആൻസർ വരിക. കരിയർ ഗൈഡൻസ് ആണ് എന്ത്? അഡ്വൈസ് ആണ്. അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഡ്വൈസ് കൊടുക്കാനൊരു ഗൈഡിനല്ലേ പറ്റുള്ളൂ. സോ ഗൈഡൻസ് ആണ് ആൻസർ വരുന്നത്. കരിയർ ഗൈഡൻസ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എ ഫോർമൽ പ്രസൻറ്റേഷൻ ഓഫ് എ ജോബ് ആപ്ലിക്കേഷൻ. റെസ്യൂം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോർമൽ പ്രസൻറ്റേഷൻ ആണ്. ഒരു ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു റെസ്യൂം തയ്യാറാക്കണം. ആ റെസ്യൂമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷനായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പം ഒരു റെസ്യൂം എന്ത് ചെയ്യണം? ഒരു ഫോർമൽ പ്രസൻറ്റേഷൻ ഓഫ് എ ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ റെസ്യൂം എന്തായാലും ഉപയോഗിക്കണം. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് റെസ്യൂം ബാലൻസസ് ദ ഫങ്ഷണൽ ആൻഡ് ക്രോണോളജിക്കൽ അപ്രോച്ചസ്. ഹൈബ്രിഡ് റെസ്യൂം എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ചെയ്യും ദ ഫങ്ഷണൽ ആൻഡ് ക്രോണോളജിക്കൽ അപ്രോച്ചസ്. ഹൈബ്രിഡ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഹൈബ്രിഡ് റെസ്യൂം ബാലൻസസ് ദ ഫങ്ഷണൽ ആൻഡ് ക്രോണോളജിക്കൽ അപ്രോച്ചസ്. ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ, റെസ്യൂമിൻ്റെ കേസിൽ ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ അപ്രോച്ചസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഹൈബ്രിഡ് ആണ് കേട്ടോ. ഹൈബ്രിഡ് റെസ്യൂംസ് ബാലൻസസ് ദ ഫങ്ഷണൽ ആൻഡ് ക്രോണോളജിക്കൽ അപ്രോച്ചസ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ആർ പ്രൊഫഷണൽസ് ട്രെയിൻഡ് ടു ഹെൽപ്പ് ക്ലയൻറ്റ്സ് അസസ് ദെയർ ഓൺ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്, എവാലുവേറ്റ് ദെയർ ഗോൾസ് ആൻഡ് വാല്യൂസ്. ആൻസർ വരുന്നത് കൗൺസിലറാണ്. കൗൺസിലർ ആർ പ്രൊഫഷണൽസ്. കൗൺസിലർ എന്ന് പറയുന്ന ആരാണ്? പ്രൊഫഷണൽസ് ആണ്. ട്രെയിൻഡ് ടു ഹെൽപ്പ് ക്ലയൻറ്റ്സ് അസസ് ദെയർ ഓൺ സ്ട്രെങ്ത്. ക്ലയൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും അവരുടെ സ്ട്രെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ വീക്ക്നെസ്സും ഇവാലുവേറ്റ് ചെയ്യാൻ ദെയർ ഗോൾസ് ആൻഡ് വാല്യൂസ്. അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസിലേക്കും അവരുടെ വാല്യൂസും എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആളുകളാണ് ആര്? കൗൺസിലേഴ്സ്. ആൻസർ അറിയാലോ, കൗൺസിലറാണ്. കൗൺസിലർ ആർ ദ പ്രൊഫഷണൽസ് ട്രെയിൻ ടു ഹെൽപ്പ് ക്ലയൻറ്റ്സ് അസസ് ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇവാലുവേറ്റ് ദെയർ ഗോൾസ് ആൻഡ് വാല്യൂസ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ത്രൂ വിച്ച് വി ന്യൂ ഇൻഫോർമേഷൻ ഫോംസ് ഓഫ് ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ്സ് ഫ്രം അതർ പീപ്പിൾ. ദ പ്രോസസ് ത്രൂ വിച്ച് വി ന്യൂ ഇൻഫർമേഷൻ ഫോംസ് ഓഫ് ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ്സ് ഫ്രം അതർ പീപ്പിൾ. ആൻസർ വരുന്നത് സോഷ്യൽ ലേണിംഗ് ആണ്. സോഷ്യൽ ലേണിംഗ് ആണ്. ദ പ്രോസസ് ത്രൂ വിച്ച് we knew information forms of behavior or attitudes from other people. Social learning എന്ന് പറയുന്നത് എന്താണ്? The process through which we knew information forms of behavior or attitudes from other people. മറ്റുള്ള പീപ്പിളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ പഠിക്കുകയാണ്. അതിനെ എന്താണ് പറയുക? സോഷ്യൽ ലേണിംഗ് എന്നാണ്. ആൻസർ വരുന്നത് എന്താണ്? സോഷ്യൽ ലേണിംഗ്. 83ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് is an ongoing lifelong process which helps to learn and achieve more in career. Dash is an ongoing lifelong process which helps to learn and achieve more in career. ആൻസർ വരുന്നത് എന്താണ്? കരിയർ ഡെവലപ്മെൻ്റ് ആണ്. നമ്മളതിനകത്ത് കരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ്? എല്ലാത്തിനും കരിയർ ഉണ്ട്, പക്ഷേ ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ഡാഷ് ഈസ് ആൻ ഓൺഗോയിങ് ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഡെവലപ്മെൻറ്റ് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ വിച്ച് ഹെൽപ്സ് ടു ലേൺ ആൻഡ് അച്ചീവ് മോർ ഇൻ കരിയർ. ഒരുപാട് നമുക്ക് അച്ചീവ് ചെയ്യാനും എന്താ പറയുക, പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. കരിയർ ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഓൺഗോയിങ് ലൈഫ് ലോങ് പ്രോസസ് ആണ് വിച്ച് ഹെൽപ്സ് ടു ലേൺ ആൻഡ് അച്ചീവ് മോർ ഇൻ കരിയർ. 84ാമത്തെ ക്വസ്റ്റ്യൻ, എബിലിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ ഇമോഷണൽ സൈഡ് ഓഫ് ലൈഫ്. എബിലിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ ഇമോഷണൽ സൈഡ് ഓഫ് ലൈഫ്. ഇമോഷണൽ സൈഡ് ഓഫ് ലൈഫിൽ നമുക്ക് എബിലിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി, നമുക്ക് എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ സൈഡ് ഓഫ് ലൈഫിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിനെ EQ എന്നാണ് പറയാം. എബിലിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ ഇമോഷണൽ സൈഡ് ഓഫ് ലൈഫിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതിനെ എന്താ പറയുക? EQ ആണ് കേട്ടോ. ഇമോഷൻ ആലോചിച്ചാൽ മതി. ഇമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന ലെറ്ററിലായതുകൊണ്ട് ഇമോഷൻ ആണ്. അപ്പോൾ EQ. ആൻസർ വരുന്നത് EQ ആണ് കേട്ടോ. ഇമോഷണൽ ക്വോഷ്യൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. 85ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് വർക്ക് ദാറ്റ് ഈസ് ബോത്ത് നോവൽ ആൻഡ് അപ്രോപ്രിയേറ്റ്. ഡാഷ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് വർക്ക് ദാറ്റ് ഈസ് ബോത്ത് നോവൽ ആൻഡ് അപ്രോപ്രിയേറ്റ്. ആൻസർ വരുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി ഇൻവോൾവ് ചെയ്യുന്നത് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ്, നമുക്ക് എബിലിറ്റി എന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ്. വർക്ക് ദാറ്റ് ഈസ് ബോത്ത് നോവൽ ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിൽ, അതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുക അല്ലേ. നമുക്കൊരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കായിരിക്കും എല്ലാത്തിലും പെട്ടെന്ന് മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ പറ്റുക. ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് വർക്ക് ദാറ്റ് ഈസ് ബോത്ത് നോവൽ ആൻഡ് അപ്രോപ്രിയേറ്റ്. അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാനറിലായിരിക്കും ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ ചെയ്യുക. ഓക്കെ. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട് കരിയർ ഗോൾസ് ആൻഡ് ദ പാത്ത് ടു ദീസ് ഗോൾസ്. Dash is the systematic process by which one select career goals and the path to these goals. ആൻസർ വരുന്നത് കരിയർ ചൂസിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കരിയർ വെച്ചിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു, അതെന്തായിരുന്നു?
പഠിക്കുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇതിനകത്ത് എന്താ പറയുന്നത്, ഡാഷ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ സെലക്ട് ചെയ്യുകയാണ് കരിയർ ഗോൾസിനെ സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനെ ചൂസ് ചെയ്യുക എന്നല്ല പറയാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂസിങ് ആണ്. അപ്പോൾ കരിയർ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിച്ച് വൺ സെലക്ട്സ് കരിയർ ഗോൾസ് എന്ന് പറയുന്നതിനെയാണെങ്കിൽ നമ്മൾ കരിയർ ചൂസിങ് എന്നുള്ള ആൻസർ കൊടുക്കുക. ഓക്കെ, കരിയർ ചൂസിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട്സ് കരിയർ ഗോൾസ് ആൻഡ് ദ പാത്ത് ഓഫ് ദീസ് ഗോൾസ്. ഓക്കെ, ആ ഗോൾസിനെ സെലക്ട് ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ കരിയർ ചൂസിങ് എന്നുള്ള ആൻസർ കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, ഡെവലപ്മെൻറ്റിൻ്റെ കേസ് എന്തായിരുന്നു, ലൈഫ് ലോങ് പ്രോസസ് വിച്ച് ഹെൽപ്സ് ടു ലേൺ ആൻഡ് അച്ചീവ് മോർ ആണ്. അപ്പം അത് ലൈഫ് ലോങ് പ്രോസസ് ആയതുകൊണ്ട് അതെന്താണ്, കരിയർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് കുറച്ചും ഇങ്ങോട്ടും കരിയർ ഗൈഡൻസ് ആയിരുന്നു. കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഹെൽപ്പ് ടു ഡിസൈഡ് ചൂസ് ഓർ പെർസ്യൂ കരിയർ, നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നതാണ്. അപ്പോൾ കരിയർ ഗൈഡൻസ് ആണത്. ഓക്കെ, ആ ഒരു 3 കേസാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. 78ാമത്തെ ക്വസ്റ്റ്യനിൽ കരിയർ ഗൈഡൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡാഷ് മീൻസ് അഡ്വൈസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് കരിയേഴ്സ് ദാറ്റ് ഹെൽപ്സ് വൺ ടു ഡിസൈഡ് ചൂസ് ആൻഡ് പെർസ്യൂ കരിയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു ഇത് തരുന്ന, ഒരു ഗൈഡൻസ് തരുന്ന ഒരു സംഭവമാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 87ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേർഡ് കരിയർ ഒറിജിനേറ്റഡ് ഫ്രം ദ ഡാഷ് വേർഡ് കാരസ്. ദ വേർഡ് കരിയർ ഒറിജിനേറ്റഡ് ഫ്രം ദ ഡാഷ് വേർഡ് കാരസ്. സ്പാനിഷ് ആണ്. ഇപ്പോൾ നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്, ലാറ്റിൻ ഉണ്ട്, ഗ്രീക്ക് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. അപ്പോൾ അത് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് അതിലൊരു പോയിന്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താ, ദ വേർഡ് കാരിയർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്. കാരസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, സ്പാനിഷ് ആണെന്ന് ആലോചിക്കുക കേട്ടോ, സ്പാനിഷ് ആണെന്ന് ആലോചിക്കുക. ദ വേർഡ് കാരിയർ ഒറിജിനേറ്റഡ് ഫ്രം ദ സ്പാനിഷ് വേർഡ് കാരസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് സ്പാനിഷ് ആണ് കേട്ടോ. കാരസ് സ്പാനിഷ് അങ്ങനെ ആലോചിച്ചാൽ മതി. 88ാമത്തെ ക്വസ്റ്റ്യൻ. Dash resume is preferred for applications to jobs that require very specific skills or clearly defined personality traits. Dash resume is preferred for applications to job that require very specific skills or clearly defined personality traits. ആൻസർ വരുന്നത് ഫങ്ഷണൽ ആണ്. ഒരു ഫങ്ഷണൽ റെസ്യൂമ് പ്രിഫർ ചെയ്യുന്നത് ഫോർ ആപ്ലിക്കേഷൻ ടു ജോബ്സ് ദാറ്റ് റിക്വയർ വെരി സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസുകളും ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഉണ്ടെങ്കിലാണ് ഫങ്ഷണൽ റെസ്യൂം എന്ന് പറയുന്നതിന് പ്രിഫർ ചെയ്യാം. അപ്പോൾ റെസ്യൂം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനകത്ത് വേറെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, വെരി സ്പെസിഫിക് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്യൂമിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫങ്ഷണൽ എന്നുള്ള ആൻസറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഫങ്ഷണൽ എന്നുള്ള ആൻസറാണ് കൊടുക്കേണ്ടത്. റെസ്യൂം ഈസ് പ്രിഫേർഡ് ഫോർ ആപ്ലിക്കേഷൻ ടു ജോബ്സ് ദാറ്റ് റിക്വയർ വെരി സ്പെസിഫിക് സ്കിൽസ് ഓർ ക്ലിയർലി ഡിഫൈൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ മാത്രം ഫങ്ഷണൽ റെസ്യൂം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഫങ്ഷണൽ എന്നുള്ള ആൻസർ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ടിട്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും എക്സാംസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.